അപ്പോൾ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്ന 9ാമത്തെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത ഇത് പ്രോഗ്രഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ച സീക്വൻസ് ആൻഡ് സീരീസിലെ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. എന്താ പറയുന്നത്? ഇഫ് ലോഗ് എ ബേസ് ഇ ആണ് നാച്ചുറൽ ലോഗരിതം ആണ്, ലോഗ് ബി ലോഗ് സി ആർ ഇൻ എ പി. അപ്പൊ തന്നെ നമുക്ക് ഓർമ്മ വന്നു, ലോഗ് എ ലോഗ് ബി ലോഗ് സി എ പിയിലെ മെമ്പർ ആണെങ്കിൽ എന്താ എ ബി സി എവിടെയായിരിക്കും? എ ബി സി എവിടെയാണെന്നാ പഠിച്ചത്? എ ബി സി ആർ ഇൻ ജി പി അല്ലേ? ലോഗ് എ ലോഗ് ബി ലോഗ് സി എ പിയിലാണെങ്കിൽ എ ബി സി എവിടെയായിരിക്കും? ജി പിയിലായിരിക്കും എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എ ബി സി എവിടെയാണെന്ന് പഠിച്ചിട്ടുണ്ട്? ജി പിയിലാണ്. ജി പി ആണെങ്കിൽ ബി സ്ക്വയർ ഈക്വൽ ടു എന്താണെന്നും അറിയാം, എ സി. ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിച്ചിട്ടില്ല. ആൻഡ് ലോഗ് എ മൈനസ് ലോഗ് 2b, ലോഗ് 2b മൈനസ് ലോഗ് 3c, ലോഗ് 3c മൈനസ് ലോഗ് എ ആർ ആൾസോ ഇൻ എ പി. വീണ്ടും എ പിയിൽ ആരൊക്കെയാന്നോ നോക്കണേ. ലോഗ് എ മൈനസ് ലോഗ് 2b എന്ന് പറയുമ്പം ലോഗ് ഓഫ് എന്ത് എഴുതാ? എ ബൈ 2b എന്ന് എഴുതാം. രണ്ടാമനാരാ? ലോഗ് ഓഫ് 2b മൈനസ് ലോഗ് 3c, അതിനെങ്ങനെ എഴുതാ? 2b ബൈ 3c എന്ന് എഴുതാം. ആൻഡ് മൂന്നാമൻ എങ്ങനെ മാറ്റി എഴുതാ? ലോഗ് ഓഫ് 3c മൈനസ് ലോഗ് എ ആണ്, അതായത് ലോഗ് 3c ബൈ എ എന്ന് എഴുതാ. ഇതും എവിടെയാണെന്നാ പറയുന്നത്? എ പിയിലാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതും എ പിയിലാണെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ ചോദിച്ചത്? ദെൻ എ ഈസ് ടു ബി ഈസ് ടു സി ഈസ് ഡാഷ്. എ ഈസ് ടു ബി ഈസ് ടു സി ഡാഷ് എന്നാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതേ ഇവിടെ നമുക്ക് എ പിയിലെ മെമ്പർ അല്ലേ? എ പിയിലെ മെമ്പർ ആണെങ്കിൽ ലോഗരിതമിക് ഫംഗ്ഷനിലേ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നേരത്തെ നമ്മൾ പഠിച്ച മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് മാറ്റി എഴുതുമ്പോൾ എ ബൈ 2b. അടുത്തത് ആരാടാ? 2b ബൈ 3c അല്ലേ? 2b ബൈ 3c. അടുത്തത് ഏതാ മക്കളെ? 3c ബൈ എ, 3c ബൈ എ, 3c ബൈ എ. ഇത് എവിടെയാണെന്ന് പറയാ? ജി പിയിലാണെന്ന് പറയാം. ഇതെവിടെയാണെന്ന് പറയാ? ജി പിയിലാണെന്ന് പറയാ. ഇതിന്റെ മിഡിൽ ടേം ആരാടോ? ഇതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് ഇതാണല്ലോ അല്ലേ? എ ബി സി എ പിയിലെ ജി പിയിലെ മെമ്പർ ആണെങ്കിൽ ബി സ്ക്വയർ ഈക്വൽ ടു എ സി എന്നല്ലേ പഠിച്ചത്? അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ മാറ്റി എഴുതാ? 2b ബൈ 3c ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ആൻഡ് തേർഡ് എ ബൈ 2b ഇൻറ്റു 3c ബൈ എ എന്ന് പറയാം അല്ലേ? ഇവിടെ എയും കട്ടായല്ലോ, എയും കട്ടായില്ലേ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കണേ, ഇവിടെ ഒരു ബി സ്ക്വയർ ഉണ്ട്, ഒരു ബി ഇവിടെ ഉണ്ട്. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പം എന്തായിട്ട് മാറും? ബി ക്യൂബ് ആയിട്ട് മാറും. ഇനി അതേപോലെ ഇവിടെ ഒരു സി സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു സി ഉണ്ട്. ഒരേ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ സി ക്യൂബ് ആയിട്ട് മാറും. ബി ക്യൂബ് ഡിവൈഡഡ് ബൈ സി ക്യൂബ് ഈസ് ഈക്വൽ ടു. ഇനി നിങ്ങൾ നോക്കണേ, ഇത് 2 സ്ക്വയർ ആണ്. നേരെ ഡിനോമിനേറ്ററിലേക്ക് മൂവ് ചെയ്യുമ്പം 2 ഉണ്ട്, 2 ക്യൂബ് ആയിട്ട് മാറും. അതേപോലെ ഇത് 3 സ്ക്വയർ ആണ്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ 3 ക്യൂബ് ആയിട്ട് മാറും. അതായത് 3 ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ക്യൂബ് എന്ന് കിട്ടും അല്ലേ? അതായത് ആക്ച്വലി ഇതെന്താ? ബി ബൈ സി ഹോൾ ക്യൂബ് ഈസ് ഈക്വൽ ടു 3 ബൈ 2 ഹോൾ ക്യൂബ് എന്നല്ലേ തന്നിരിക്കുന്നത്? ദാറ്റ് മീൻസ് ബി ബൈ സി ഈസ് ഈക്വൽ ടു ആരാണെന്ന് പറയാ? 3 ബൈ 2. ബി ബൈ സി 3 ബൈ 2 ആണെന്ന് കിട്ടിയല്ലോ. ഇനിയോ ജി പിയിലെ മെമ്പർ അല്ലേ എ ബി സി? എ ബി സി അവിടുത്തെ മെമ്പറാണ്, ജി പിയിലെ മെമ്പറാണ്. എ ബി സി ജി പിയിലെ മെമ്പറാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കോമൺ റേഷ്യോ നമുക്ക് എങ്ങനെയാ കാണാം? ബി ബൈ എ ആണ് കോമൺ റേഷ്യോ. ബി ബൈ എ മാത്രമല്ല സാറേ കോമൺ റേഷ്യോ, സി ബൈ ബിയും കോമൺ റേഷ്യോ. സി ബൈ ബിയും ആരാണ്? കോമൺ റേഷ്യോ. ബി ബൈ സി നമ്മൾക്ക് സോൾവ് ചെയ്തപ്പോൾ കിട്ടി 3 ബൈ 2 ആണെന്ന്. സോ സി ബൈ ബി എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? 2 ബൈ 3 കോമൺ റേഷ്യോ കിട്ടിയോ അല്ലേ? കാണേണ്ടത് എന്താണ്? എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം ജി പി എസ് സംബന്ധിച്ച് എ ഈസ് ടു സെക്കൻഡ് ടേം എ ആർ ഈസ് ടു എ ആർ സ്ക്വയർ ഇതല്ലേ കാണേണ്ടത്? എല്ലാത്തിനും എ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ഈസ് ടു ആർ ഈസ് ടു ആർ സ്ക്വയർ എന്ന് കിട്ടും. ആർ എന്ന് പറഞ്ഞാൽ 2 ബൈ 3 ആണ്. സോ 1 ഈസ് ടു 2 ബൈ 3 ഈസ് ടു എന്ത് കിട്ടും? 4 ബൈ 9 എന്ന് കിട്ടും. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9 ഈസ് ടു എന്തായിട്ട് മാറും? 3 ഇൻറ്റു 2 6 ഈസ് ടു 4 എന്ന് കിട്ടും. 9 ഈസ് ടു 6 ഈസ് ടു 4. അങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് കണ്ണോടിക്കുമ്പോൾ 9:6:4 ഓപ്ഷൻ 1 ആണ് നമ്മളെ കറക്റ്റ് ആൻസർ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. നോക്കണം, സീക്വൻസിൻ്റെ അകത്ത് മിനിമം ഒരു ക്വസ്റ്റ്യൻ, മാക്സിമം 2 ക്വസ്റ്റ്യൻ, അധിക സെക്ഷൻ്റെ അകത്ത് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്.
ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ 9th ക്വസ്റ്റ്യനും ഓക്കെ ആയല്ലോ.